ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2025 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ബുധനാഴ്ച കാണുവാൻ സർവശക്തനായ ദൈവം ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയതിന് നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് മീഖ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. മീഖ ചാപ്റ്റർ 2 വേഴ്സ് 13 നാം ഇപ്രകാരം വായിക്കുന്നു: തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. അവർ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അവരുടെ രാജാവ് അവർക്ക് മുൻപായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കും. ആവർത്തിക്കട്ടെ, യഹോവ അവരുടെ തലയ്ക്കലും നടക്കും. മോരസ്ത്യനായ മീഖ ചെറിയ പ്രവാചകന്മാരിൽ ധന്യനായ ഒരു ദൈവദാസൻ. ഇസ്രയേലിനോടും ശമരിയോടും, അതായത് തെക്കേ ദേശത്തോടും വടക്കേ ദേശത്തോടും ദൈവത്തിന് പറയാനുള്ളത് മുഖം നോക്കാതെ നിങ്ങൾക്ക് വിരോധമായി ദൈവം സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, തീയിങ്കൽ മെഴുക് ഉരുകുന്നത് പോലെ, കിഴ്ക്കാന്തൂക്കിൽ ചാടുന്ന വെള്ളം പോലെ. അതെ, പാറകൾ തകർന്നമരുകയാണ്, താഴ്വരകൾ പിളരുകയാണ്. കാരണം എന്താണ്? യാക്കോബിന്റെ, ഇസ്രയേലിന്റെ പാപം, ദൈവത്തെ വിട്ടകന്നത്. ദൈവം അതൊരിക്കലും പൊറുക്കുകയില്ല, ഒരിക്കലും ക്ഷമിക്കുകയില്ല. വളരെ ശക്തമായ സന്ദേശം ഇതാ മീഖ ഇസ്രയേലിന് നൽകുകയാണ്. നാം 2-ാം അധ്യായം 11-ാം വാക്യം വരെ ദൈവത്തിന് ഇസ്രയേൽ ജനത്തിനോട് പറയാനുള്ളത് മീഖ പ്രവാചകൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ കണ്ണുമടച്ച് ശക്തമായി മുഖം നോക്കാതെ പറയുകയാണ്. എന്നാൽ 2-ാം അധ്യായം 12-13 വാക്കുകളിൽ അവർ മനം മാറ്റത്തിന് തയ്യാറാകുമ്പോൾ ദൈവം അവരെ എങ്ങനെ കരുതും എന്നുള്ളത് വ്യക്തമാക്കുന്നു. അതിന്റെ പൂർത്തീകരണമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 13-ാം വാക്യം. അതെ, തകർക്കുന്നവൻ അവരോട് കൂടെയാണ്. അവർ തകർത്ത് ഗോപുരത്തിൽ കൂടെ കടക്കും. എന്താ അതിന്റെ കാരണം എന്നറിയാമോ? യഹോവ അവരുടെ തലയ്ക്കലുണ്ട്. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ടായി. അവ നമുക്ക് കാലാകാലങ്ങളിൽ വചനത്തിൽ കൂടെ, ദൈവമക്കൾ കൂടെ, ആരാധനയിൽ കൂടെ, കൂട്ടായ്മയിൽ കൂടെ ചൂണ്ടിത്തരുമ്പോൾ, ഏറ്റെടുത്ത് യഥാസ്ഥാനപ്പെടുവാൻ തയ്യാറാകുമ്പോൾ നമ്മെ മാനിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, തകർക്കുന്ന രാജരാജൻ നമ്മുടെ മുൻപിൽ യാത്ര ചെയ്യുമ്പോൾ, സഹോദരങ്ങളെ, നമ്മൾ എന്തിനാണ് ഭയപ്പെടേണ്ടത്? എന്തിനാണ് വിഷമിക്കേണ്ടത്? എന്തിനാണ് വ്യാകുലപ്പെടേണ്ടത്? ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും വേദനയേറിയതാണ്. മനുഷ്യ ജീവിതം സങ്കടവും രോഗവും ദുഃഖവും ഒക്കെ നിറഞ്ഞത് തന്നെയാണ്. പക്ഷേ നമ്മുടെ തലയ്ക്കൽ ഒരാൾ പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ വിവിധ ജീവിതത്തിന്റെ ഘട്ടങ്ങളിലെ പ്രയാസങ്ങളിൽ, വിഷമത്തിൽ കൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തും ഏതും എങ്ങനെയുമായിക്കൊള്ളട്ടെ, ഒരു കാര്യം ഓർക്കണം: നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, വചനം അനുസരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, സഹോദര സഹോദരി, നമ്മുടെ തലയ്ക്കൽ ഒരാൾ പോകുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവമാണ്. ആ തമ്പുരാൻ സകല ദുർഘടങ്ങളെയും സമഭൂമിയാക്കും. നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഏത് ഇരുമ്പ് ഓടാമ്പലുകളെയും
തച്ചുടച്ച് നമുക്ക് നല്ല പാത തുറന്നു തരും. രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സങ്കടങ്ങളുടെയും വിഷമത്തിൻ്റെയും മധ്യേ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ടോ? അതെ, നമ്മുടെ തലക്കൽ സ്വർഗത്തിലെ ദൈവം പോകുന്നിടത്തോളം കാലം ഒന്നുമോർത്ത് ഭാരപ്പെടേണ്ട. ഈ ലോകത്തിന്റെ നേതാക്കന്മാർ, അത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, സാമൂഹ്യമായിക്കൊള്ളട്ടെ, എന്തിന് ആത്മീയ നേതൃത്വമായിക്കൊള്ളട്ടെ, അവരവരെ തൊടുന്ന കാര്യം വരുമ്പോൾ, വേദനിക്കുന്ന കാര്യം വരുമ്പോൾ, നഷ്ടം വരുന്ന കാര്യം വരുമ്പോൾ ഇട്ടേച്ച് ഓടിക്കളയും. പക്ഷേ നമ്മുടെ തലക്കൽ പോകുന്ന തമ്പുരാൻ നമ്മുടെ ഏത് അവസ്ഥയിലും കൂടെ നിൽക്കുന്നവനാ, കരം തരുന്നവനാ, ഒറ്റക്കിട്ടിട്ട് പോകുന്നവനല്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിട്ടുകളയുന്ന ദൈവമല്ല. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് താങ്കൾ കടന്നു പോകുന്ന ചെറുതും വലുതുമായ ഏത് വിഷമസന്ധിയിലും കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, ആ ദൈവം നമ്മുടെ തലക്കൽ യാത്രയാവുന്നു. അവന്റെ അനുയായികളായി ഇന്ന് പകൽ പ്രാർത്ഥനയോടെ മുന്നേറുക, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഇന്നത്തെ വാഗ്ദത്ത വചനം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ദൈവകൃപയിലേക്ക് ശക്തിപ്പെടുന്ന, ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ജീവിതത്തിന്റെ വിവിധ ഭാരങ്ങളിൽ ധൈര്യം നൽകുന്നതും നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ ഉത്തേജനം നൽകുന്ന ജീവന്റെ വചനമായി തീരട്ടെ. കാരണം നമ്മുടെ മുൻപിലായി ഒരുവൻ യാത്ര ചെയ്യുന്നു. അത് ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടിതാവായ സ്വർഗത്തിലെ ദൈവമാ. ആ തമ്പുരാൻ കൂടെ ഉള്ളിടത്തോളം കാലം എന്നെ കേൾക്കുന്ന ജീവജലത്തിന്റെ ശ്രോതാക്കളായ സഹോദരങ്ങളെ, വിഷമിക്കരുത്, നിരാശപ്പെടരുത്, പിറുപിറുക്കരുത്, പിന്മാറരുത്. പ്രാർത്ഥനയോടെ മുന്നേറുക. ദൈവത്തിന്റെ കൃപയും സമാധാനവും നമ്മെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ഉടയവനും സൃഷ്ടിതാവുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം. മീഖ പ്രവാചകനിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് വളരെ ശക്തമായ ദൈവിക കോപം, ദൈവം അവർക്ക് വിരോധമായി പ്രവർത്തിക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അവരുടെ കുറവുകളേറ്റ് യഥാസ്ഥാനപ്പെടുവാൻ തയ്യാറായപ്പോൾ, അവരുടെ മുൻപിൽ ജയവീരനായി, പ്രതികൂലത്തിൽ അനുകൂലകനായി യാത്ര ചെയ്യുമെന്നുള്ള വലിയ പ്രോമിസ് നൽകിയത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ വഴിത്താരയും കല്ലും മുള്ളും നിറഞ്ഞതാ, വേദനയേറിയതാണ്, ദുർഘടമേറിയതാണ്. അവിടുന്ന് ഞങ്ങളുടെ തലക്കൽ യാത്ര ചെയ്യണമേ. അങ്ങേ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ഓരോ ചുവടും വെക്കുവാൻ ഇന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനം കേട്ട എല്ലാ നിന്റെ മക്കൾക്കായും സ്തോത്രം. കുടുംബമായിട്ടും വ്യക്തിപരമായിട്ടും എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകൾ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, നാം നമ്മുടെ മുൻപിൽ ജീവനുള്ള സ്വർഗത്തിലെ ദൈവം യാത്ര ചെയ്യുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ യാത്ര ചെയ്യുക. കുടുംബത്തിലെ പണമുള്ള ആളോ, വിദ്യാഭ്യാസമുള്ള ആളോ, സമൂഹത്തിലെ ഉന്നതനെ നോക്കി അല്ല നാം പോകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ യാത്ര നിശ്ചയമായും വഴിയിൽ മുടങ്ങും. നമ്മുടെ സ്ഥിതി ഇപ്പോഴത്തേതിനേക്കാൾ അതിഭീകരവുമാകും. എന്നാൽ തമ്പുരാനെ നോക്കി കാൽച്ചുവടുകൾ വെക്കുക. നിശ്ചയമായും നാം എത്തേണ്ട പാതയിൽ എത്തിച്ചേരുകയും കൃപയോടെ തമ്പുരാൻ നമ്മെ നടത്തുകയും ചെയ്യും. ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായി തീരട്ടെ. പ്രാർത്ഥനയോടെ ഇന്നിലേക്ക് പ്രവേശിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി.